കൊതിയൊരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാസ് വ്ലോഗ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പനപ്പാടത്തോട്ടോ നമുക്ക് ഇവിടെ എന്തിനാണ് നെല്ല് വിതക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ നടന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വന്നേ. പക്ഷെ എന്താവും എന്ന് എനിക്കറിയില്ല. വേങ്ങപ്പാടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കേട്ടത് പൊട്ടംതൊടുന്നാണ്. പക്ഷെ നമ്മൾ മൂഞ്ചിപ്പോയി. നോക്കണ്ടാകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ചമ്മ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പനപാടത്താണ്. നമ്മളെ പനപാടത്ത് നമ്മൾ സൈക്കിൾ ഒരുപാടത്ത് വെച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ട് പോയിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാല് കണ്ടു. ഇതേ നമ്മൾ നാറ് നടാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമ്മളെ പാടം നല്ല വെള്ളത്തിൽ നല്ല സുഖമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ പാടത്തിൻ്റെ വള്ളം കാനടക്കം നമ്മളുടെ കുളത്തിനോക്ക് ചളി വെള്ളം മൈനൊക്കെ ഒരു കൂസിലുള്ളത് നമ്മളെ കണ്ടിട്ട് അവിടെ കുത്തിരിക്കണേ തന്നെ. അതാ നമ്മളെ പാടാനല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയേക്കാലോ. പോവന്നെ, അല്ല പിന്നെ എന്ത് ചെയ്യാനാ. അപ്പോൾ അതാ നമുക്ക് ഈ പാലം കിടക്കാൻ കേട്ടോ. നമ്മൾ ഈ മുമ്പ് കിടക്കണ ഈ രണ്ട് കമ്പ് വെച്ചിട്ട് അത് വെച്ച് കടന്നിട്ട് നമ്മൾ നിസ്സഹാരമായി കിടന്നു. നമ്മൾ പന കൃഷിയാണ്, പയർ കൃഷി കേട്ടോ. ഇത് പയറും വായും ഒക്കെ നമ്മളപ്പാക്ക്. ഇതേ അതിൻ്റെ അപ്പുറം തന്നെ പൂളക്കൃഷിയാണ് നമ്മളെപ്പോഴെന്ന് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ പയർ കൃഷിയുടെയും പൂളക്കൃഷിയുടെയും ഇടയിൽ കൂടെയാണ് നമ്മൾ നടന്നു പോണത്. നമ്മളിതാ ഇപ്പോൾ കുഴിച്ചിട്ട പയറുകളാട്ടോ ഈ ഉണ്ടായി വന്നിട്ടുള്ളത്. മാഷാ അല്ലാ. പിന്നെ ഈ വീടെടുത്ത് ഞാൻ തന്നെയാണ്. അതിനെക്കുറിച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളങ്ങനെ നടന്നു പോകാൻ മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുമ്പോട്ട് പോകട്ടോ. നമ്മൾ പോയേക്കാം മുമ്പോട്ട്. ഇതിൻ്റെ അടിയിൽ കൂടി പോകാൻ നല്ല വ്യൂ കേട്ടോ. പക്ഷെ നമുക്കൊരു പേടി, പാമ്പോ ചേരയോ ഉണ്ടായാലോ ഇത് നമ്മളെ അതിൻ്റെ അടിയിൽ കൂടി പോയില്ല. ഇതേ ഒരു കാക്കിയും വരയ്ക്കാൻ വേണ്ടി നമ്മളെപ്പാനെ ബുദ്ധിയെ ഹെൽമെറ്റ് വെച്ചിക്കാണ്. റോട്ടിൽ പോയ ഹെൽമെറ്റ് അവിടെ കിടക്കണ്ടായിരുന്നു നമ്മളെ പാടത്തിൽ ആർക്കും വേണ്ടാവുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കുറച്ച് ഇനി വളരാൻ വെക്കണ പയറും വള്ളികൾ. ഇതായത് നമ്മുടെ വായ, അടുത്ത വായ കൃഷിയും പയറും ഇടയിൽ കൂടി നമ്മൾ പോകുന്നത്. ഇതാ ഈ ചാലൊക്കെ എവിടെ നിന്ന് നോക്കി നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ആ കണ്ടോളെ, നമ്മളെ ഈ കുളത്തിൽ തന്നെയാണ്. വരാതെ നമ്മുടെ സ്വന്തം കുളം തന്നെയാണ്. ഈ കുളത്ത് കണ്ടില്ലേ നിറച്ച് മീനുകൾ. പക്ഷേ ഇറ്റാളെ നമ്മൾ പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഏറ്റവും പാവങ്ങളല്ലേ, ജീവിച്ചു പോയിക്കോട്ടെ. ഞാനൊരു ചൂളടിച്ച ഇറ്റാളിപ്പോൾ പോയിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ അവസ്ഥ. കാരണം ഞാൻ വരുമ്പോഴൊക്കെ ഇറ്റാൾക്ക് ചൂടടിച്ച് ഫുഡ് എടുക്കുമ്പോഴാണ് ഇറ്റാൾ ഞാൻ ചൂടെടുക്കുന്നത് എപ്പോഴാണോ അപ്പോഴൊക്കെ അങ്ങോട്ട് വരലുണ്ട്. അതാണ് ഈ കൂട്ടം കൂടി നിൽക്കുന്നത് ചൂടടിച്ച പോകല്. പാടത്തിന് ആവശ്യമായ വള്ളങ്ങൾ നമ്മൾ ഇവിടുന്ന് എടുക്കൽ കേട്ടോ. പിന്നെ എന്താ ഈ കടന്ന സാധനം കയറിപ്പോലാണ് ഇനി അടുത്ത ടാസ്ക്. നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കുളത്തിൻ്റെ വ്യൂ കണ്ടില്ലേ, നീല കളറിലായിട്ട്. എന്താ നമ്മൾ വേറെ ഇവിടെ നിൽക്കുക വെച്ചാൽ ഇപ്പം ഷെഡ് കെട്ടിയെടുത്താണ്. ഇതെന്താണ് നിങ്ങൾക്ക് ട്വിസ്റ്റാണ്. ഇതെന്താണ് നിങ്ങൾ പറഞ്ഞു തരണം. എന്താ നമ്മളിപ്പോൾ ഷെഡ് കെട്ടിയാൽ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതിനുള്ളിൽ കയറിയാൽ നേരെ കാണാൻ നമ്മളെ നെല്ല് പാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ ഡ്രമ്മ്, പിന്നെ ഡ്രമ്മിൽ നിറച്ച സാധനങ്ങൾ, പിന്നെ പാത്രങ്ങൾ, ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങൾ, പിന്നെ നമ്മളെ മെയിൻ ഐറ്റം അടുപ്പില്ലാതെ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുക എവിടുന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ കയറിപ്പോയി. അപ്പോൾ ഇവിടെ പൂളക്കൃഷി വളർന്നു വലുതാവുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ വ്യൂ ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ചെടീൻ്റെ തൊട്ട ബാക്കിലാണ്. നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പപ്പ ഇവിടെ തിരിഞ്ഞ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ മുന്നോട്ട് വെച്ചേക്കാൽ മുമ്പോട്ട് തന്നെ പോയേക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ എന്താ രസം. പക്ഷെ നമുക്ക് ടൈം വളരെ കുറവായതുകൊണ്ട് നമ്മൾ വേഗം പോയി. നമ്മൾ ഈ പാലം പിന്നെയും കിടക്കാൻ വന്നിട്ടുണ്ട്. നിസ്സഹാരമായി നമ്മൾ കിടക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് ഈ പാലം കിടക്കാൻ വളരെ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിത്യടക്കല്ലേ. നമ്മൾ പേരൻ്റെ അപ്പുറത്താണ് ഈ കിടക്കുന്നത് ഈ സ്ഥലം മൊത്തം. നമുക്ക് ഒരാഗ്രഹം ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയാലോ. കടന്ന കൊഞ്ഞാടി ഇല്ലെങ്കിൽ ജീവനോടെ ഒന്നും എന്ന് പറഞ്ഞ പോലെ. ഞാൻ കുളിച്ചിട്ടാണ് ഇവിടെ കടന്നിക്കുന്നത്. ഈ കൊഞ്ഞാടിയെ നല്ല രസം ഉണ്ടാവും. എന്തായാലും ഇവിടെ പോയേക്കാം. നമ്മൾ അവസാനം ഈ പുൽക്കാടിൻ്റെ അവിടെ എത്തി. നമുക്ക് വയ്യ എങ്ങനെ അറിയാത്തതുകൊണ്ട് ഇവിടെ കൂടി വയ്യ തന്നെയല്ലേ. ഞാൻ കൊഞ്ഞാടോ എന്നൊരു പേടിയാണ്ട് ഈ ഇല്ല വയ്യ കൂടി ഉണ്ടാക്കിയാണ് പോകുന്നേ. അതാ അങ്ങനെ അവസ്ഥ. നമ്മൾ വാഴക്കൃഷിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി നടന്നൊക്കെ ഒരു ചെറിയൊരു പൂജ വന്നപ്പോൾ നമ്മളേക്കൂടി പോയി. നമ്മൾ പന പാടാണ്ട് എന്ത് പറ്റിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിറച്ച് മീനുകളുണ്ട്. ഞാൻ നടക്കുന്നതനുസരിച്ച് മീനുകൾ അങ്ങോട്ടും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ വാഴക്കൃഷിയൊക്കെ നമ്മളെപ്പോൾ നട്ടിട്ടുള്ളതാണ്. ഇപ്പയും അലിബായും ഹംസക്കുട്ടി കാക്കു അങ്ങനെ പിന്നെ അർസൽ ബായൊക്കെ അതിൽ നമ്മുടെ കാല് അങ്ങനെ പൂന്തിയോണ്ട് കുത്തിരിക്കട്ടെ. നമ്മളിപ്പോൾ നടക്കാനും പറ്റുന്നില്ല. അവസാനം നമ്മൾ എങ്ങനെയെങ്കിലും നടക്കാൻ നോക്കുമ്പോൾ ഒക്കെ നമ്മളെ കാലയുടെ പൂന്തിയോട് കുത്തിരിക്കുക. അവസാനം നമ്മളിതാ ഒരു പച്ചപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ നടാൻ വേണ്ടി അപ്പം വെച്ചിട്ടുള്ളത് കേട്ടോ. പെരും കാറ്റാണ്. ഞാൻ വന്നപ്പോൾ എൻ്റെ ഷാളടക്കം പറന്നുപോയി.
ഞാൻ പിന്നെ ഒന്ന് കൊഴിഞ്ഞാടി. അത് കാണുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തിനടിച്ച ചളിയൊന്നും മേത്ത് കാലില്ല, കാലുമ്പോൾ കൂടി ആയിട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് പനൊന്ന് കാണാത്ത നമ്മൾ വിഷമിച്ചുകൊണ്ട് മുമ്പിയാണ് പോവാട്ടോ. നമുക്ക് ഇനി നമ്മൾ സൈക്കിൾ നിർത്തി പോകണം. എന്നിട്ട് അവിടെ നമുക്ക് പെരിക്കെത്താം. അങ്ങനത്തെ കുറച്ച് പടങ്ങളുണ്ട്. ഇതാ ഇവിടുന്ന് ട്രാക്ടർ പോയി നമുക്ക് കുറേ കണ്ണന്മാരെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ട് നീനോമി ബല വന്ന സമയത്ത് നമ്മളൊരു മീനിനെ പിടിച്ച് ഇവിടുന്ന് മീനിനെ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടോക്കാം, നമ്മളുടെ ചാനലുണ്ടാവും. നമ്മളപ്പുറത്ത് ഞാറ് നടുന്നതിൻ്റെ പ്രശ്നം കാരണം അവിടുത്തെ ചളി വെള്ളം മൊത്തം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആകെ നനഞ്ഞു ഗൈസ്. കാരണം ആ കുണ്ടിലൂടെ ഞാൻ കുഞ്ഞാടി. ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ തവളപ്പൊട്ടന്മാരെ കണ്ടു. അത് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി, പക്ഷേ എടുക്കാൻ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ നേരെ നമ്മൾ സൈക്കിൾ എടുത്ത് പോകാം. എൻ്റെ കണ്ണ് ഇടയ്ക്കൊക്കെ ചുമന്ന കാരണം എന്താ വെച്ചാൽ വെയിലമ്മാര് വെയില നട്ടുച്ചല്ലേ. ഇപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പോവാട്ടോ. ഈ ചാലിൽ ഇറങ്ങിയാലോ, ഇറങ്ങിയാൽ പിന്നെ നമ്മൾ തന്നെ ഒളിച്ചു പോകും. അങ്ങനത്തെ ചാലാണിത്. പെരും വെള്ളം നിങ്ങളത് എന്താ ഡാം പോലെ പോണത്. ഈ കുഴി അത്ര വലിയ ആയെന്നില്ല കേട്ടോ. ഏകദേശം എൻ്റെ മുട്ടുംകാലം വരെ ഉണ്ടാവാൻ സാധ്യത തോന്നുന്നു. നമ്മൾ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കുഴി നമുക്ക് കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സൈക്കിൾ ഇതിൻ്റെ കൂടെ നമുക്ക് പോകണം. ഇതേ വല്ലാത്ത കഥ. നമുക്ക് കൈക്കൂടി പോയാലോ. ക്യാമറ പിടിക്കാനും പ്രശ്നം, ഇത് പിടിക്കാനും പ്രശ്നം. വല്ലാത്ത കഥ. കൊഞ്ഞാടി നമ്മൾ വല്ല സൈക്കിൾ ഓട്ടിട്ടാണ് പോണത്. നടന്നു പോയി എന്തായാലും കൊഞ്ഞാടെന്ന് ഉറപ്പായി. ഒരു സൈക്കിളിൽ തന്നെ പോകാൻ സ്ഥലമില്ല. പിന്നെ ഞാനും കൂടെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും. നമ്മൾ സൈക്കിൾ വല്ല സ്ലോ മോഷൻ ചവിട്ടിട്ടാണ് പോണത് കേട്ടോ. സൈക്കിൾ ഇടക്കിടക്ക് പണി തന്നെയാണ് നമുക്ക്. എന്താ വെച്ചൊരു കാര്യമില്ല. നമ്മൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്, റോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ റോട്ടിൽ കിടന്ന് കയറിയാലോ. സൈക്കിളും ക്യാമറയും ഒക്കെ അളകലാണ്. നമ്മൾ കുറച്ച് നടന്നപ്പോൾ നമ്മുടെ സൈക്കിൾ ഒരു പണിയാൻ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിർത്തി. നമ്മൾ സൈക്കിൾ വല്ലാത്ത ഗതിയാരോട്ടെ കാണിച്ചിരുന്നത്. നമുക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങിയാണ്ട് വേഗം ഇതൊന്നും കളിക്കാം. നമ്മൾ ചെങ്ങല ചെയ്യാണ് വല്ലാത്ത. നമ്മൾ ബാക്കൊക്കെ ഒന്നും ചവിട്ടില്ല. എന്തുകൊണ്ടാണ് ചെങ്ങല ചെയ്യാൻ കാരണം നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയില്ല, അറിയുന്നുണ്ട് പറഞ്ഞുതരാം. നമ്മളിതാ ചെങ്ങല കഴിച്ചിട്ട് ആ കഴിഞ്ഞ കൈ നമുക്ക് നിറച്ച ഇതിൻ്റെ ജില്ലയായിട്ടുണ്ട്. ഇതാ നമുക്ക് നേരെ പോവാം. നമ്മൾ സൈക്കിൾ പണി തരുമില്ലേന്ന് എനിക്കറിയില്ല. ഇതാ ഇപ്പോൾ കൊഞ്ഞാണ്ട് എന്തോ ഭാഗത്തിൽ രക്ഷപ്പെട്ടു പോയെന്ന് രക്ഷപ്പെട്ട പോലെ നമ്മളും പോവാണ്. ഈ കയറ്റൊക്കെ ചവിട്ടി കയറ്റാണ് ക്യാമറയും വല്ലാത്ത ഗതികേടാണേ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് ഇനി കുറച്ച് കാര്യം. അതായത് നമ്മൾ സൈക്കിൾ രണ്ടാമത്തെ പണിയാണ് എത്തിച്ചേരുന്നത് കേട്ടോ. നമ്മൾ കയറ്റാണ്ട് ഇതൊന്ന് ഉന്തി കയറ്റിയിട്ട് ആ സൈഡ് പോയിട്ടൊന്ന് റെഡിയാക്കാൻ കരുതിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ സൈക്കിൾ വിട്ടുതന്നെയില്ല. ആണ് കേടർ തന്നെ വല്ലാത്ത ഗതികേട്. നമുക്കിനി ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ താത്താക്ക് സമ്മാനം കിട്ടിയ സൈക്കിളാണ്. ഇത് ഉപയോഗിക്കൽ മെയിൻ ഷെഫ് ഞാൻ തന്നെ കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ലോ. താത്തോടെ വലിയ കുട്ടിയെ സൈക്കിൾ കിട്ടില്ല പറഞ്ഞാൽ അങ്ങനെ മടിച്ച് കുത്തിരിക്കാണ്. പക്ഷെ ഓള് ഞാൻ കൊണ്ടാണ് ഡസി പോകുന്ന ഇപ്പോൾ സ്കൂൾക്ക് അത് ഇതോട്ടിട്ടാൽ പോലെ. നമുക്ക് ഇനി വേഗം റെഡിയാക്കിയാണ്ട് പരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് വേഗം എത്തണില്ല. എൻ്റെ കൈമുകളിൽ നിറച്ചതിൻ്റെ ജില്ലയായിട്ടുണ്ട്. എങ്ങനെയോ അവസാനം നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ കയ്യ കിടന്നിട്ടുണ്ട്. നാളത്തിന് ഞാൻ കുറച്ചുള്ളൂ സമാധാനം. നമ്മൾ സൈക്കിളോട്ട് പിന്നെയും പോകട്ടോ. നമ്മളിപ്പോൾ റോട്ടിൽ കൂടി പോകുന്നതാണ്. നമ്മൾ പെരഞ്ഞ് കുറച്ച് ദൂരമാണ്. പക്ഷെ നമ്മൾ കുറുക്കുവഴി കൂടെ അല്ല ഇത് ചാടിയിരിക്കുന്നത്. സൈക്കിളിൻ്റെയാണ് കുറുക്കുവഴി കൂടി ചാടാം. പക്ഷേ ഗേർ സൈക്കിളാണ് ചെറിയ പേടിയാണ്. നമ്മൾ കുറുക്കുവഴി കൂടി ചാടിയിട്ടില്ല. കാരണം കുറുക്കുവഴിക്ക് ചാടിയത് നമ്മൾ സൈക്കിൾ കേട്ടിട്ടോ വലിയൊരു പേടി എനിക്കില്ലേ. അഥവാ കിടന്ന് പെരുക്കി ചെന്നാൽ ഇതാത്ത എന്നെ തല്ലിക്കൊല്ലും എന്ന് വെച്ചാൽ തല്ലിക്കൊല്ലുന്ന്. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓട്ടി സ്പീഡിൽ പോവാട്ടോ. അതിൻ്റെ അടക്കൊരു ഒറ്റച്ചാട്ടം. ഭാഗ്യത്തിലൊന്നും ആയില്ല. നമ്മളാണ് മുന്നോട്ട് തന്നെ നീങ്ങിപ്പോയി. അവസാനം നമ്മൾ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കാര്യങ്ങൾ വെച്ചാൽ പീഡിയുണ്ട്. നമ്മൾ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ പീഡിയും സ്കൂളാട്ടോ. സ്കൂളുണ്ടല്ലേ നിങ്ങൾ APS സ്കൂൾ പച്ചീരി ചെയ്യുന്ന സ്കൂള്. ഇത് നമ്മളെ പീഡി കേട്ടോ. നമ്മൾ പെര കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ പെരിയിലെത്തിയിട്ടുണ്ട്. സൈക്കിൾ പിന്നെ നമ്മൾ പെരിയും പോകാനാണ്. അപ്പോൾ ഇതാ ഇവിടെ നിറച്ച് കട്ടറും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമറ നന്നായിട്ട് അകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്ര ഉള്ള അടുത്ത എല്ലാവർക്കും ബൈ. മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കാതലിക്കാൻ